പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ തെരുവു വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ്. കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി ടെൻഡറുകൾക്ക് അംഗീകാരം നൽകിയതോടെ കരാറുകാരുമായി ധാരണാപത്രം ഒപ്പിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ വർക്കുകൾ ആരംഭിക്കാൻ കഴിയുമെന്നും സീനത്ത് അസീസ് അറിയിച്ചു. പായിപ്ര ഗ്രാമപഞ്ചായത്തിൽ തെരുവു വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കും റോഡിനിരുവശവുമുള്ള കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനുമുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി ടെൻഡറുകൾക്ക് അംഗീകാരം നൽകിയതോടെ കരാറുകാരുമായി ധാരണാപത്രം ഒപ്പിട്ട് അടുത്ത ദിവസങ്ങളിൽ വർക്കുകൾ ആരംഭിക്കാൻ കഴിയും. നിലവിലെ ഭരണസമിതി അധികാരമേറ്റയുടൻ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ അടിയന്തര പ്രാധാന്യത്തോടെ 24 വാർഡുകളിലെയും തെരുവു വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചിരുന്നു. അതോടൊപ്പം പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകളുടെയും മിനി മാസ്റ്റ് ലൈറ്റുകളുടെയും കേടുപാടുകൾ തീർത്ത് പ്രവർത്തനയോഗ്യമാക്കിയിട്ടുണ്ട്. പുതിയ സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ, മെയ് മാസങ്ങളിൽ സാധാരണയായി പഞ്ചായത്തുകളിൽ നടക്കേണ്ടുന്ന പദ്ധതി രൂപീകരണവും ടെൻഡർ നടപടികളും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ നിർവഹിക്കാൻ സാധിക്കാത്തതിനാലാണ് ഇപ്പോൾ രണ്ടാം ഘട്ട അറ്റകുറ്റപ്പണികൾക്ക് നേരിയ കാലതാമസം നേരിട്ടത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന പ്ലാൻ ഫണ്ടിന്റെ 3ാം ഗഡു തുക അനുവദിച്ചിരുന്നില്ല. ഇതുമൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോഴും പൊതുജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ സ്കൂളുകൾക്കും അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള പണം പഞ്ചായത്ത് മുൻകൂറായി നൽകിയിട്ടുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും സാംക്രമിക രോഗ നിയന്ത്രണത്തിലുള്ള ഇതര നടപടികളും പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം ലഭിച്ച പഞ്ചായത്താണ് പായിപ്ര. വസ്തുതകൾ ഇതാണെന്നിരിക്കെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ജാള്യത മറയ്ക്കാൻ രാഷ്ട്രീയ താൽപര്യത്തോടെ ചില തൽപര കക്ഷികൾ നടത്തുന്ന പ്രചാരവേലകളിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും അനാവശ്യ പ്രചാരവേലകൾ കൊണ്ടൊന്നും പഞ്ചായത്തിന്റെ ജനകീയ പദ്ധതികളെ തടയാനാകില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് പറഞ്ഞു. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, ബിടെക് കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.